ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാനാകുമോ? ഈ നമുക്ക് കിട്ടുന്ന ചാൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാൽ ഒരു 4000-നും അല്ലേ 5000-ന് ആ റേഞ്ചിൽ അത്രയും പേർക്ക് ഒരു വർഷത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ നിന്ന് മാത്രം അഡ്വൈസ് കിട്ടുന്ന അവസരം. അപ്പോൾ ഈ ആൻറ്റിസിപ്പേറ്ററി കലണ്ടർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ മെയിൻസ് എങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പേപ്പർ 1ഉം 2ഉം ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ. നമസ്കാരം, സഹകാരിയിലേക്ക് സ്വാഗതം. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അറിയേണ്ടതെല്ലാം അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാർ, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എല്ലാവർക്കും ഒത്തിരി സംശയങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോ സംശയങ്ങളും സാറിനോട് തന്നെ ചോദിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓരോ സംശയങ്ങളും ഓരോ ചോദ്യങ്ങളാണ്. അപ്പോൾ സാറിനോട് തന്നെ ചോദിക്കാം. സാർ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനാകുമോ എന്നതാണ്. ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാനാകുമോ? അപ്പോൾ ഇത് നമുക്ക് പ്രധാനമായിട്ട് ഈ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ബിടെക് ഗ്രാജുവേറ്റ്സ്, അതുപോലെ BBAക്കാർ, പിന്നെ MBBS പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ ഡിഗ്രിയൊക്കെ ഉള്ള ആൾക്കാർ, പ്രൊഫഷണൽ ഡിഗ്രിക്കാർക്ക് ആരെയും ഇതിനകത്ത് അവർക്ക് ഇക്വലൻസി കാണിക്കുന്നില്ല PSCയുടെ വെബ്സൈറ്റിൽ. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതൊരു പ്രശ്നമല്ല, നിങ്ങൾ മനസ്സിലാക്കുക. പൊതുവേ നമ്മുടെ PSCയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളത് എല്ലാവർക്കും അറിയാം. നമുക്ക് ഡിഗ്രിയാണ്, നമ്മളെല്ലാം ഡിഗ്രി ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇക്വലൻസിയുടെ ആവശ്യം വരുന്നില്ല. നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ഇനെലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അപ്ലൈ വിത്ത് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കൺസേൺ ഡിഗ്രി എന്തായാലും നിങ്ങൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ കൺസേൺ ഡിഗ്രി എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാം. ഓക്കെ സാർ. അപ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യം, എല്ലാവർക്കും പ്രിലിംസ് ഉണ്ടോ? അതാണ് അടുത്ത സംശയം. പ്രിലിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമുക്ക് 2019 തൊട്ട് തന്നെ 10ാം ക്ലാസ് ലെവൽ, അതുപോലെ +2 ലെവൽ, പിന്നെ ഡിഗ്രി ലെവൽ, അങ്ങനെ 3 തരത്തിൽ പ്രിലിംസ് പരീക്ഷ കൊണ്ടുവന്നു. ഇപ്പോൾ നിലവിൽ ഡിഗ്രി ലെവലിൽ മാത്രമേ ഉള്ളൂ. എനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്ന എല്ലാ പരീക്ഷയ്ക്കും പ്രിലിംസ് ഉണ്ടായിരിക്കും. അതാണ് എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനും നമുക്ക് പ്രിലിംസ് പരീക്ഷ ഉണ്ടായിരിക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ്സിന് പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിൽ 50,000-ഓളം പേര് പ്രിലിംസ് പാസ്സായി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കടമ്പ പ്രിലിംസ് തന്നെയാണ്. അപ്പോൾ പ്രിലിംസ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ പഠിക്കുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണം, മെയിൻസിനും കൂടെ വേണ്ടി കാര്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. പിന്നെ അത് പഠിക്കാനുള്ള സാഹചര്യം മാത്രം ചെയ്താൽ മതി. പ്രിലിംസിൽ തന്നെ സെയിം ടോപ്പിക് നമുക്ക് മെയിൻസിലും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക്, അതായത് പ്രിലിംസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത് വരുന്നത് നമ്മുടെ സിലബസ് ആണ്. എന്താണ് നമ്മുടെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സിലബസ്? ഓക്കെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് നമുക്ക് ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള 2 പേപ്പർ ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞ ആശയം വരുന്നതേ ഉള്ളൂ, അല്ലേ. പ്രിലിംസിന്റെ ആശയം വന്നു, അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പരീക്ഷ അന്ന് നടക്കുന്നത്. 2021 അപ്പോൾ നമുക്കൊരിക്കലും അതുകൊണ്ട് തന്നെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും നിലവിൽ നമുക്ക് ഈ വരുന്ന ഡിസംബർ 31-ാം തീയതി PSCയുടെ ആൻറ്റിസിപ്പേറ്ററി കലണ്ടർ വരും. അപ്പോൾ ഈ ആൻറ്റിസിപ്പേറ്ററി കലണ്ടർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ മെയിൻസ് എങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പേപ്പർ 1ഉം 2ഉം ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 30 വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനു മുന്നേ എന്തായാലും കൺഫർമേഷൻ വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രിലിംസ് പരീക്ഷ മിക്കവാറും എല്ലാ പരീക്ഷകളും അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി അല്ല, SBCD കിടക്കുന്നു, അതുപോലെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അതെ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അവസരമുണ്ട്. അതുപോലെ നമ്മുടെ ഈ അവസരം, ഇനി വരാൻ പോകുന്ന അവസരം, യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ അടുത്ത മാസം വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ചാൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാൽ ഒരു 4000-നും അല്ലേ 5000-ന് ആ റേഞ്ചിൽ അത്രയും പേർക്ക് ഒരു വർഷത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ നിന്ന് മാത്രം അഡ്വൈസ് കിട്ടുന്ന അവസരം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കാരണം ഈ എല്ലാ പരീക്ഷയ്ക്കും ഒരുമിച്ച് പ്രിലിംസ് വരുന്നത് ആദ്യമായാണ്. അതെ, ഇത്രയും കൂടുതൽ ആൾക്കാർക്ക് അഡ്വൈസ് കിട്ടാൻ പോകുന്ന ഒരു വർഷം. അതായത് കഴിഞ്ഞ വർഷം, അതായത് ഇപ്പൊ വന്നിട്ടുള്ള 382-ഉം 83-നും കൂടെ ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ പ്രിലിംസ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഏകദേശം ഒരു 4-5 പോസ്റ്റിലേക്കുള്ള പ്രിലിംസ് ആണ് ഒരുമിച്ച് പോകുന്നത്. അടുത്ത് വരുന്ന എൻക്വയറി എന്ന് പറയുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. സാധാരണഗതിയിൽ നോട്ടിഫിക്കേഷൻ വരുന്നു, ആദ്യം ഒരു 6 മാസം എന്ന രീതിയിലാണ് നമ്മുടെ PSC പോയത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, 6 മാസം തികച്ച് നമുക്കൊരു ടൈം കിട്ടാറില്ല. അതിനുള്ളിൽ തന്നെ നമുക്ക് പ്രിലിംസ് എക്സാം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രിലിംസ് എന്നായിരിക്കും? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഒരു ഊഹമാണ്, ഒരു വർഷത്തിൽ ഒരു പ്രിലിംസ് പരീക്ഷ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ 2 വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ. അതിന് മുന്നേ നടന്ന സമയങ്ങളുണ്ട്, ഒന്നിലധികം പ്രിലിംസ് പരീക്ഷ ഒരു വർഷത്തിൽ തന്നെ നടത്തിയ സമയങ്ങളുണ്ട്. വരുന്നത്
നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അത് നമ്മുടെ ഈ ഒരു കമ്പനി ബോർഡിന്റെ പ്രിലിംസിന് ശേഷം നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ അതിന് മാത്രമായിട്ട് നടന്നത്. പക്ഷെ ഇനി നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നത് കുറച്ചധികം ബൾക്ക് നോട്ടിഫിക്കേഷൻ എപ്പോഴും വരുന്നത് ഡിസംബർ 31-നാണ്. അപ്പോൾ ഡിസംബർ 31-ന് നോട്ടിഫിക്കേഷൻസ് എല്ലാം റിസീവ് ചെയ്തതിന് ശേഷം ഒരു ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ പ്രിലിംസ് പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അനുമാനം. അതിൽ നമുക്ക് തീർത്തു പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ അപകടം നേരി കാണുമ്പോൾ എത്രയും പെട്ടെന്ന് വരുന്നു ചിന്തിക്കണം അല്ലേ. നമ്മളൊരു ഏപ്രിൽ മെയ് തന്നെ പിടിക്കണം. കാര്യം നമുക്കറിയാം മാർച്ചിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും പബ്ലിക് എക്സാം വരികയാണ്. അപ്പൊ മാർച്ച് മാസം നമുക്ക് പ്രതീക്ഷിക്കേണ്ട, മാർച്ച് മാസം പ്രതീക്ഷിക്കേണ്ട. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെക്കേഷൻ ടൈം ആയിരിക്കും. കാരണം ഒന്നാമത് ഇത്രയും പേര് അപ്ലൈ ചെയ്യുന്ന പരീക്ഷ. അടുത്തൊരു ചോദ്യം, അതായത് നമുക്ക് 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. 382/2025 383/2025. എന്താണ് സാർ ഇത് രണ്ടും ഒരുമിച്ച് നടത്തിയ പോരെ? ഓക്കെ, അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കണം വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഇപ്പോൾ സ്വന്തമായിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഈ അക്ഷയ സെന്ററിൽ പോയി ചെയ്യുന്ന ആൾക്കാർ രണ്ടും കൊടുത്തു എന്ന് ഉറപ്പാക്കണം കേട്ടോ. കാരണം നമ്മൾ അല്ലേ ഭയങ്കര തിരക്ക് മാത്രമല്ല, അവർ ഒരെണ്ണം കൊടുത്തിട്ട് നമ്മളിത് കൊടുത്തു എന്ന് കാണിക്കും. നിങ്ങൾ വിട്ടുപോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കാം. വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ സാലറി സ്കെയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു നോട്ടിഫിക്കേഷനിലും സാലറി സ്കെയിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ സാലറി സ്കെയിൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിനകത്ത് വരുന്ന വ്യത്യാസം. എന്ന് വെച്ചാൽ ചോദിക്കും, അപ്പോൾ ഈ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എല്ലാം ഒരേ സാലറി സ്കെയിലാണോ? അല്ല. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് കമ്പനീസിലെല്ലാം ഒരേ സാലറി സ്കെയിലാണോ? അല്ല. നമുക്കിപ്പോൾ ഇതിനകത്ത് ബെപ്കോ ആണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ KSFE ആണെന്നുണ്ടെങ്കിലും വളരെ ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലേ, സാലറി സ്കെയിലിന് പുറമെ ഒത്തിരി സാമ്പത്തിക ആനുകൂല്യങ്ങൾ കിട്ടുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും, നമ്മൾ പ്രിഫർ ചെയ്യായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷനിൽ ഇത്രയും അധികം കമ്പനി കോർപ്പറേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഉദ്യോഗാർത്ഥിക്ക് ചൂസ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ PSC ഒരു ഓപ്ഷൻ കൊടുക്കണം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ തന്നെയാണ്. 382 വരുന്ന ആ ലിസ്റ്റ് ഓഫ് കമ്പനി കോർപ്പറേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ സാലറി സ്കെയിലും ബാക്കിയുള്ള ആനുകൂല്യങ്ങളും എല്ലാം കൂടുതൽ വരിക. മറ്റേതിൽ താരതമ്യേന കുറവാണ്. അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും ആദ്യ റാങ്ക് വാങ്ങുന്നവൻ രണ്ടിലും ഉണ്ടാവും. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഇഷ്ടമുള്ള കമ്പനിയാണോ ഇവിടെ കിട്ടിയ ആദ്യത്തെ 382 രണ്ടിലും അഡ്വൈസ് പോകും. ഈ വ്യക്തിക്ക് രണ്ടിലും അഡ്വൈസ് പോകുമ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ KSFEയും KSEBയും ഒന്നിലാണ് വരുന്നത്. എനിക്ക് അതിനിടയ്ക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, KSEBയുടെ വേക്കൻസി ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ആ ടേൺ ആർക്കാണ് വരുന്നത് അയാൾക്ക് അവിടെ അഡ്വൈസ് പോകും. അവിടെ എനിക്ക് ഇനി KSEB വേണം, എനിക്ക് KSFE മതി എന്ന് പറയാൻ നമുക്ക് അവിടെ ഉദ്യോഗാർത്ഥിക്ക് കഴിയില്ല. അതാണ് അവിടുത്തെ ആ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം വലുതായിട്ട് ഇവിടെ സാലറി സ്കെയിലിനെ ബാധിക്കാതിരിക്കാനാണ് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ അഡ്വൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എനിക്ക് 382 വന്ന അഡ്വൈസ് മതി, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമല്ല, അത് വേണ്ട, 383 വന്ന അഡ്വൈസ് മതി എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള 2 നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. പരീക്ഷ ഒന്നായിരിക്കും, റാങ്ക് ലിസ്റ്റ് വ്യത്യസ്തമായ 2 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. മെയിൻസ് എക്സാംസും അതെ 2 ആയിരിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. റാങ്ക് ലിസ്റ്റ് നമുക്ക് ശ്രദ്ധിക്കാം. റാങ്ക് ലിസ്റ്റ് ഇതേപോലെ പ്രത്യേകം ഇട്ടതിന് ശേഷമുള്ള അഡ്വൈസ് ആവും. അപ്പോൾ ഒരെണ്ണത്തിൽ ഇങ്ങനെ NJD കൂടി വരും എന്നുള്ളത് മനസ്സിലായല്ലോ. കൂടുതലും വരുന്നത് 383 തന്നെയാണ്. അതായത് നമ്മുടെ എടുത്തു പറയാം, നമ്മുടെ KSRTC 383 വരുന്നത്. അതുപോലെ നമുക്ക് ലൈഫ് സ്റ്റോക്ക് വരുന്നുണ്ട്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് KLD ബോർഡ് വരുന്നുണ്ട്. അതുപോലെ സിഡ്കോ വരുന്നുണ്ട്. ഇതെല്ലാം 383 നമുക്ക് വരുന്നത്. സാർ ഇനി മെയിൻ ആയിട്ടും സാർ പറയാനുള്ളത്, നമ്മളൊരു ഓഫർ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓഫറിനെ പറ്റിയാണ്. എന്താണ് സാർ? അപ്പോൾ ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡിസിഷൻ വന്ന ആഴ്ചത്തെ തൊഴിൽ വാർത്തയിൽ തന്നെ സഹകാരി ആദ്യത്തെ ഓഫറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് 2021 വന്ന സ്ഥാപനം നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോലെ ആൾക്കാർക്ക് സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു നേട്ടമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സഹകരിക്കുന്ന സ്ഥാപനം. നമ്മൾ ഇതുപോലൊരു വെഞ്ചറിലേക്ക് കടക്കുമ്പോൾ ഉറപ്പായിട്ടും സഹകരിക്കുന്ന സ്ഥാപനം ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ വെച്ചതുപോലെ ഇരിക്കും എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ഇരിക്കണം, നിർബന്ധമാണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 99 രൂപയ്ക്ക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കേരളത്തിൽ ഒട്ടാകെയുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ മത്സരിക്കാൻ പറ്റുന്ന ബിഗ്ഗസ്റ്റ് ബാച്ചിൽ കയറി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാനുള്ള അവസരമാണ് 99 രൂപ കിട്ടുക. അപ്പോൾ ബാച്ചിന്റെ വലിപ്പം വരുമ്പോഴത്തേക്കും പലപ്പോഴും സർവീസ് മോശമാകുന്നൊരു സംശയം പലർക്കും ഉണ്ടാകും. അങ്ങനെ ഒരു സംശയത്തിന് ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങി മുന്നോട്ട് പോവുകയാണല്ലേ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും, ഒരു ലക്ഷ്യം നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം, അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകൾ എന്തെല്ലാം, അതിനെക്കുറിച്ചുള്ള എല്ലാ പോഡ്കാസ്റ്റുകളും നമുക്ക് ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വരും.
ഒരു ബിഗിനിങ് ടു എൻഡ് ജേണിയാണ് സഹകാരി നിങ്ങളോടൊപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കം തൊട്ട് ഒടുക്കം വരെ നമ്മൾ കൂടെ കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൃത്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ രേഖപ്പെടുത്തുക. അതുപോലെ ഇത്തരത്തിലുള്ള വ്യത്യസ്തം എന്ന് പറയാൻ പറ്റത്തില്ല, നിങ്ങളെ ജോലിയിലോട്ട് നമ്മൾ എത്താൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിന് ആ ഘടകങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, ലൂട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ നുറുങ്ങുകൾ അറിവുകളൊക്കെ ഇതിനിവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ 99 ബാച്ചിലൊന്നും മാറ്റരച്ച് നോക്കാൻ, അത് വെറുതെ അല്ല, നല്ല ഫുൾ പവറോടുകൂടി എക്സാമിനേഷൻ എഴുതി വീക്കിലി എക്സാം എഴുതി പെർഫോം ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ വെബിനാർ മീറ്റിംഗിൽ പങ്കെടുക്കാം. നല്ലൊരു മോട്ടിവേഷൻ നമുക്ക് തുടങ്ങാം. എല്ലാവരെയും സഹകരിക്കും.